ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ലൈഫ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഡാൻസ് മ്യൂസിക് വീഡിയോ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലിസ്റ്റ് വേറെ ആരുമല്ല കേട്ടോ, ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്നവർക്ക് അറിയായിരിക്കും. എൻ്റെ ഒരു കേക്ക് മേക്കിംഗ് വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹസ്ബൻഡ് ഇപ്പോൾ നോൺ വെജ് ഒന്നും കഴിക്കത്തില്ല, ഒരു വ്രതത്തിലാണെന്ന്. അത് ഈ വീഡിയോ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ളതായിരുന്നേ. ഇതൊരു സ്പിരിച്വൽ ഡാൻസ് മ്യൂസിക് വീഡിയോ ആണ്. അപ്പോൾ ഹസ്ബൻഡ് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് വ്രതം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 60 days ആയിട്ട് പുള്ളിക്കാരൻ വ്രതത്തിലായിരുന്നു. നോൺ വെജ് ഒന്നും കഴിക്കത്തില്ലായിരുന്നു. ഡയറ്റ് നന്നായിട്ട് കൺട്രോൾ ചെയ്തിട്ടാണ് വ്രതം എടുത്തത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 60 days ആയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കത്തില്ലായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 2 മാസം കൊണ്ട് തന്നെ 6-7 കിലോ കുറഞ്ഞായിരുന്നു. ഇതിനു വേണ്ടി ആൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾക്ക് നേരത്തെ തന്നെ ലോങ് ഹെയർ ആയിരുന്നേ. പിന്നെ ഈ വീഡിയോയുടെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്ത മുതൽ ഹെയർ ജഡ ആകാനും തുടങ്ങിയായിരുന്നു. പുള്ളിക്കാരൻ അതൊരു പോസിറ്റീവ് സൈനായിട്ടാണ് തോന്നിയത്. ഈ ഡാൻസ് മ്യൂസിക് വീഡിയോ തന്നെ ഭഗവാൻ ശിവനെ കുറിച്ചിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഈ മുടി കെട്ടുന്നതൊക്കെ കാണുമ്പോൾ തന്നെ അറിയായിരിക്കും, മുടിയൊന്ന് കോംബ് ചെയ്യാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് ജട കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയോ പിടിച്ച് വാരി കെട്ടിയിട്ടാണ് അന്ന് സെറ്റാക്കി വെച്ചത്. ഇതിൽ കൂടുതലായിട്ട് മേക്കപ്പും അങ്ങനെയൊന്നുമില്ല. മുടി നന്നായിട്ട് മുകളിൽ ജടയുള്ളത് കാരണം തന്നെ കെട്ടാൻ നല്ല പാടായിരുന്നു. ഞാൻ കോംബ് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടെന്നായിരുന്നു. അപ്പം മുടിയെല്ലാം നമ്മൾ മുകളിൽ കെട്ടി വെച്ചിട്ട്, അത് കെട്ടി വയ്ക്കാൻ നല്ല പാടായിരുന്നു. കെട്ടി വെച്ചതിന് ശേഷം നമ്മൾ രുദ്രാക്ഷത്തിൻ്റെ തന്നെ ബീഡ്സ് വാങ്ങി അത് കോർത്ത് വലിയ ചെയിൻ പോലെ ആക്കി അത് ഫുള്ള് മുകളിൽ ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നെറ്റിയിലിതാ കുറിയൊക്കെ വരച്ചു. അതിനുശേഷം തന്നെ രുദ്രാക്ഷത്തിൻ്റെ മാലയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഇട്ടു. കയ്യിലും അതുപോലെ തന്നെ രുദ്രാക്ഷത്തിൻ്റെ ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഇട്ടു. പിന്നെ വീഡിയോയുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലാണ്. ഈ വീഡിയോ ഈ മാസം ശിവരാത്രിക്ക് മുൻപാണ് റിലീസ് ചെയ്യുന്നത്. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. റെഡിയായി. അതിനു മുമ്പ് അച്ഛനും അമ്മയുടെയും കാലത്തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് ഹസ്ബൻഡ് ഇറങ്ങിയായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റ, ബൈ.